പറഞ്ഞാൽ കംപ്ലീറ്റായിട്ട് ഇതിനെ കണ്ടാൽ തല്ലണം, കെമിക്കലിനെ കണ്ടാൽ തല്ലണം. കെമിക്കൽ എന്ന് പറയുന്നത് വിഷം പോലെ അപകടമല്ല, അതാണ് മനസ്സിലാക്കുക. കെമിക്കൽ ഉത്തരവാദിത്തോടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ, പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 20% ജൈവ സാധനങ്ങളുടെ കൂടെ 20% സപ്ലിമെൻ്റ് ഉപയോഗിക്കാനായിരുന്നു ശരിക്കും ഉണ്ടായിരുന്ന ടീച്ചിങ് ആദ്യം. ആ 20% ജൈവ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ചാണകം, ഗോമൂത്രം, പച്ചിലവളമൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഒരു 20% രാസവളം ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഇവിടെ ഒരു പരിക്കും പറ്റിയില്ലായിരുന്നു. ഇപ്പോഴും അത് ചെയ്താലും പരിക്ക് പറ്റിയില്ല. പക്ഷേ വല്ലാതെ ഇത് ഉപയോഗിച്ച് നശിപ്പിച്ച്, കാരണം ജൈവ സാധനങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പശുവിനെയും കൊടുത്തു, ആടിനെയും കൊടുത്തു. വീട്ടിൽ വിറകത്തിക്കലും ഇല്ല, ചാരവും ഇല്ല, പച്ചിലയില്ല, ഒന്നുമില്ല. രാസവളം കിട്ടി, ഈ സാധനം തട്ടിയാൽ മതി എന്ന് വിചാരിച്ചാണ് ഇതിനകത്ത് റെഗുലറായിട്ട് അത് തന്നെ വർഷങ്ങൾ 10-15 വർഷം ഇങ്ങനെ തന്നെ ചെയ്തു. ഞാൻ രാവിലത്തെ സെഷനകത്ത് പറഞ്ഞു, ലൈഫുള്ളൊരു സാധനം മണ്ണിലേക്ക് പോവാതെ ഒരു നല്ല ലൈഫ് ഉണ്ടാക്കാൻ പറ്റിയല്ല. ഇത് തന്നെ റിപ്പീറ്റഡായിട്ട് ടൺ കണക്കിന് വാരി തട്ടുവാണ്. ഒരു പ്രാവശ്യം രാസവളം ഇട്ടപ്പം വിളവ് കയറി ഉടനെ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഇരട്ടി കിട്ടുമെന്നാണല്ലോ കർഷകൻ്റെ, പല കർഷകരുടെ ഇത് ആറ്റിറ്റ്യൂഡ്. എൻ്റെ ഏരിയയിൽ പാടത്ത് ഏറ്റവും കൂടുതൽ വിളവ് ഉണ്ടാക്കുന്നത് എനിക്കായിരിക്കണം, അതിന് വേറെ ആരും അറിയാതെ മറ്റവനിടുന്നതിൻ്റെ ഇരട്ടി വളം വാരി ഇടുക.